നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങി വട്ടപൂജ്യമായിട്ടും വേറെ ആർക്കും അവസരം നൽകാതെ വീണ്ടും പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലേക്ക് പിണറായി വിജയൻ അള്ളിപ്പിടിച്ചിരുന്നതോടെ സിപിഎമ്മിന്റെ താഴെത്തട്ടിൽ ഇപ്പോൾ വൻ ആഭ്യന്തര കലാപമാണ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനുമാണെന്ന് പറഞ്ഞ് സ്വന്തം അണികൾ തന്നെ ഇപ്പോൾ പരസ്യമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അത്രയും നാണംകെട്ട രീതിയിലുള്ള വിമർശനങ്ങളാണ് വിവിധ ഏരിയ കമ്മിറ്റി യോഗങ്ങളിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതിനെല്ലാം പുറമെ വിജയം ഉറപ്പിച്ചു പറഞ്ഞ വീണ ജോർജ് അടക്കമുള്ള മുൻ മന്ത്രിമാരുടെ പൊടി പോലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം കാണാനില്ല. ഇതിൽ ഏറ്റവും വലിയ ആരോപണം ഉയർന്നത് പാറശാല ഏരിയ കമ്മിറ്റി യോഗത്തിലാണ്. പണ്ട് പിണറായി വിജയനെ പ്രകീർത്തിച്ച് കാരണഭൂതൻ പാട്ടും തിരുവാതിരയും അവതരിപ്പിച്ച അതേ പാറശാല ഏരിയ കമ്മിറ്റിയിൽ വെച്ചാണ് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് S അജയ്കുമാർ തന്നെയാണ് പിണറായി വിജയനെതിരെ തിരിഞ്ഞത്. തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം പിണറായി വിജയനാണെന്നും പാർട്ടി കോട്ടകളിൽ പോലും പിണറായി 6 റൗണ്ട് പിന്നിൽ പോയെന്നും അദ്ദേഹം തുറന്നടിക്കുകയായിരുന്നു. അവിടെയും തീർന്നില്ല. പ്രതിപക്ഷ നേതാവാകാൻ പിണറായി അയോഗ്യനാണ്, അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ച് മാതൃകയാകണം, മാന്യത കാട്ടണം എന്നുവരെയാണ് യോഗത്തിൽ അണികൾ ആവശ്യപ്പെട്ടത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ പങ്കെടുത്ത യോഗത്തിലാണ് പിണറായിയുടെ അഹങ്കാരത്തെ ചോദ്യം ചെയ്ത് അണികൾ ആഞ്ഞടിച്ചത്. അതേസമയം തിരുവമ്പാടി ഏരിയ കമ്മിറ്റിയിൽ മരുമകൻ മുഹമ്മദ് റിയാസിനെതിരെയാണ് കലിപ്പുയർന്നത്. തോൽവിക്ക് കാരണം റിയാസിന്റെ ധാർഷ്ട്യമാണെന്ന് ചില അംഗങ്ങൾ പറഞ്ഞപ്പോൾ സംസ്ഥാന സമിതി അംഗം ചന്ദ്രൻ എഴുന്നേറ്റ് നിന്ന് തെളിവ് തന്നില്ലെങ്കിൽ നടപടിയെടുക്കുമെന്ന് ഭീഷണി മുഴക്കുകയാണ് ഉണ്ടായത്. പുറമേക്ക് തുറന്ന വിമർശനമാകാമെന്ന് ഗോവിന്ദൻ മാസ്റ്റർ ക്യാപ്സ്യൂൾ ഇറക്കുമ്പോഴാണ് അകത്ത് അണികളുടെ വായടപ്പിക്കാൻ ഈ തരംതാണ ഗുണ്ടാപ്പണി CPM നേതാക്കൾ കാണിക്കുന്നത്. പാലക്കാട് ഏരിയ കമ്മിറ്റി യോഗത്തിൽ പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും ശൈലിക്കെതിരെയാണ് രൂക്ഷമായ വിമർശനം നടന്നത്. പിണറായിയുടെ ധാർഷ്ട്യം നിറഞ്ഞ ഭാഷയും MV ഗോവിന്ദന്റെ പുച്ഛം കലർന്ന ശരീരഭാഷയുമാണ് വൻ തോൽവിക്ക് കാരണമായതെന്ന് അണികൾ കുറ്റപ്പെടുത്തി. പിണറായി പറഞ്ഞ കടക്ക് പുറത്ത് ഡാഷ്മോനെ തുടങ്ങിയ തരംതാണ പരാമർശങ്ങൾ ജനങ്ങളിൽ വലിയ വെറുപ്പുണ്ടാക്കി. കൂടാതെ വെള്ളാപ്പള്ളി നടേശൻ LDFനെ തള്ളിപ്പറഞ്ഞിട്ടും അതിനെ തിരിച്ചു തള്ളിപ്പറയാൻ പിണറായി തയ്യാറാകാതിരുന്നത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ സംശയമുണ്ടാക്കി. ഇത് UDFിലേക്ക് ന്യൂനപക്ഷ ഏകീകരണത്തിന് വഴിവെച്ചുവെന്നും പാലക്കാടും തൃത്താലയിലും വോട്ട് വൻ തോതിൽ ചോരാൻ കാരണം പ്രവർത്തകരെ വിശ്വാസത്തിൽ എടുക്കാത്തതാണെന്നും അണികൾ തുറന്നടിച്ചു. പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിച്ചിട്ടില്ലെങ്കിൽ ചെങ്കൊടി നാട്ടാൻ ആളുണ്ടാവില്ലെന്നാണ് പാലക്കാട്ടെ സഖാക്കൾ പറയുന്നത്. മട്ടന്നൂർ ഏരിയ കമ്മിറ്റിയിലും ഇതേ പൂരം തന്നെയായിരുന്നു. മുൻ MLA KK ശൈലജ ടീച്ചറെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റി പേരാവൂരിൽ കൊണ്ടുപോയി തോൽപ്പിച്ചത് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കിയെന്ന് അവർ വിലയിരുത്തി. സംസ്ഥാന നേതാക്കൾ ആരും പ്രചാരണത്തിന് വന്നിട്ടില്ലെന്നും MV ഗോവിന്ദന്റെ പുച്ഛം കലർന്ന പെരുമാറ്റം ജനങ്ങളിൽ വെറുപ്പുളവാക്കിയെന്നും കീഴ്ഘടകങ്ങളുടെ അഭിപ്രായം കേൾക്കാതെ തോന്നിവാസത്തിനാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതെന്നും മട്ടന്നൂരിലെ അണികൾ തുറന്നടിച്ചു. CPMന്റെ ഈ തരംതാണ രാഷ്ട്രീയത്തിനെതിരെ ഘടകകക്ഷികളായ CPI പാലക്കാട് ജില്ലാ കൗൺസിലിൽ ഉഗ്രൻ കൊട്ടാണ് കൊടുത്തത്. P സന്തോഷ് കുമാർ MP പങ്കെടുത്ത യോഗത്തിൽ LDF പ്രചാരണം വെറും പിണറായി വിജയനിൽ മാത്രം ഒതുങ്ങി നിന്നുവെന്നും CPM എല്ലായിടത്തും CPIയെ പുച്ഛിച്ച് മാറ്റി നിർത്തിയെന്നും അവർ കുറ്റപ്പെടുത്തി. ഇടതുപക്ഷത്തിന്റെ യഥാർത്ഥ കരുത്തായ ദളിത് പിന്നാക്ക വിഭാഗങ്ങൾ LDFുമായി പൂർണ്ണമായും അകന്നു. 64 ദളിത് സംഘടനകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDFിനെതിരെ പരസ്യമായി പ്രവർത്തിച്ചത്. പഞ്ചായത്ത് തല കൺവെൻഷനുകളിൽ പോലും CPI ഭാരവാഹികളെ പങ്കെടുപ്പിക്കാത്ത CPMന്റെ ധാർഷ്ട്യത്തിനുള്ള സ്വാഭാവികമായ തിരിച്ചടിയാണ് ഈ പതനമെന്ന് CPI അടിവരയിട്ട് പറയുന്നു. ഭരണമുള്ളപ്പോൾ അണികളെ കൊണ്ട് തിരുവാതിര കളിപ്പിക്കുകയും അധികാരം പോയപ്പോൾ കസേര വിട്ടുകൊടുക്കാതെ സഖാക്കളെ വഞ്ചിക്കുകയും ചെയ്യുന്ന പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും തരതാണ രാഷ്ട്രീയത്തിനുള്ള മരണമണിയാണിപ്പോൾ സ്വന്തം ഏരിയ കമ്മിറ്റികളിൽ നിന്നും മുഴങ്ങുന്നത്. സ്വന്തം അണികൾ MLA സ്ഥാനം രാജിവെച്ച് പുറത്തുപോയെന്ന് ആക്രോശിക്കുമ്പോഴും ഘടകകക്ഷിയായ CPI വരെ പിണറായിസത്തെ തള്ളിപ്പറയുമ്പോഴും തെറ്റുതിരുത്താതെ ഭീഷണിയുമായി നടക്കുന്ന CPM നേതൃത്വം ജനാധിപത്യ കേരളത്തിന് മുൻപിൽ പൂർണ്ണമായും നാണം കെട്ടിരിക്കുകയാണ്.